ഹലോ കുരിപ്പളെ. ഇപ്പോൾ വെൽക്കം ടു മൈ വ്ലോഗ്. പൊളിറ്റിക്കലി സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി സംസാരിക്കാൻ തന്നെയാണ് വന്നത്. ഇപ്പോൾ ഉദാഹരണം വിചാരിച്ചു, ഇപ്പോൾ നിങ്ങളുടെ വീടോ എൻ്റെ വീടോ ആയിക്കോട്ടെ. ഇപ്പോൾ വീട്ടിനകത്തുള്ള ഇൻറ്റേർണൽ മാറ്റേഴ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അതിഥികൾ വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴോ അവരറിയിക്കാറില്ല. സാധാരണ നല്ലൊരു കുടുംബത്തിൽ പിറന്ന ആരും ആ കാര്യങ്ങളൊന്നും പുറത്ത് ആരെയും അറിയിക്കാറില്ല. പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ കോൺഗ്രസ് പണ്ടേ മൈരന്മാർക്ക് നാണക്കേടാണ്. എന്തിന് നാണക്കേട്? സ്വന്തമായിട്ടേ നാണക്കേടാ. നാട് മൊത്തം കുട്ടിച്ചോറാക്കിയത് അമ്മമാരാ. 10-65 വർഷം ഭരിച്ചും കൊണ്ട് ഒരു ഗുണവും ശരി ഉണ്ട്. ഉണ്ടാക്കിയുള്ളതും നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. ബട്ട് ഇത്രയും വലിയ രാജ്യങ്ങൾ എല്ലാം ഒത്തുകൂടുന്നു, പുറത്തുള്ള രാജ്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരാൾ തന്നെ ഇവർ തന്നെ ഈ കോൺഗ്രസ്സുകാരന്മാർ തന്നെ തുണി ഊരി പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തി തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി? ഇപ്പോൾ ഭരണം കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഭരണം കിട്ടാൻ വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നാട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഈവൻ മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മളെ എക്കോണമി ഒരുപാട് വലുതായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. കേരളത്തിൽ സഹായം കിട്ടുന്നില്ലെന്ന് കരയുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, കരയുന്നവരുണ്ട്. പക്ഷേ ഒന്ന് വിലയിരുത്തി നോക്കുക. നിങ്ങൾ അവിടെ നിന്ന് എത്ര രൂപ ഇവിടെ ഇങ്ങോട്ടേക്ക് കിട്ടി, ധനസഹായം എത്ര രൂപ കിട്ടി, ദുരിതാശ്വാസ ഫണ്ട് എത്ര രൂപ കിട്ടി, അത് എത്രത്തോളം വിനിയോഗിച്ചു എന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കുക, എന്നിട്ട് പറയാം. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്, അയാൾക്ക് എന്താ പറയുക, ചെറിയ കുച്ചേർക്കനൊന്നും അല്ല. എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്. ആ പ്രായമുള്ള ഒരാൾ അത്രയും വിവരക്കേട് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഫണ്ട് വേറെ വെളിയിൽ കിട്ടുന്നുണ്ടാവും. ഇന്നേ വരെ രാജ്യത്തിന് ദ്രോഹമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈവൻ അവരെടുത്തിക്കുന്ന സകലത് ഇപ്പോൾ പറയുന്നു, ചൈനയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്തു എന്നൊക്കെ രീതിയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആരാ വിട്ടുകൊടുത്തേ? ഇന്ത്യ ചൈന പോരാട്ടത്തിന് പിടിച്ചെടുത്ത സ്ഥലങ്ങളും ബാക്കിയും കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്താരാ? ഹിസ്റ്ററി എല്ലാം ഉണ്ട്, വായിക്കാൻ അറിയാവുന്നവർ വായിച്ച് നോക്ക്. അല്ലാതെ പുതിയ ജനറേഷൻ ഇപ്പോഴത്തെ ഉച്ചക്കന്മാരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുന്തല്ലേ, ആരെങ്കിലും വന്നൊരു കാര്യം പറയാം, അത് കേട്ട് വിശ്വസിച്ചിട്ട് ചാടിക്കൊണ്ടുവരും. അതുപോലത്തെ ആകരുത്, കുറച്ചൊക്കെ വിവരം ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോഴേ പറയാം, ഷെയിം ഓൺ യു കോൺഗ്രസ്, യു ഗൈസ് ആർ ഡൂയിങ് സച്ച് എ വേഴ്സ്റ്റ് തിങ് ഇൻ എന്താ പറയുക, ഇതിൽ കൂടുതൽ വേഴ്സ്റ്റായിട്ട് ഒന്നും ചെയ്യാനില്ല. വേൾഡിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് തിങ് സ്വന്തം വീട്ടിലുകാരെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം തന്തയ്ക്ക് പിറകണം. കാരണം തന്ത ഒന്നും പറയുന്നില്ല, തന്തയുടെ പേര് വയ്ക്കാൻ അറിയത്തില്ല. നെഹ്റുവിൻ്റെ കുടുംബത്തിന് നെഹ്റുവിനെ പറയാൻ വേണ്ടി കഴിവില്ല. പറയുന്നത്